ചള്ളങ്കയം തലമുകർ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു അവരുടെ പേരിൽ 2 വർഷത്തിലൊരിക്കൽ കഴിച്ചു വരാറുള്ള ഉറൂസ് 2025 ഏപ്രിൽ 13 മുതൽ 19 വരെ നടക്കുകയാണ്. ഉറൂസിനോടനുബന്ധിച്ച് നടക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ ആദ്യ ദിവസമായ ഇന്ന് ഉച്ചക്ക് 1 മണിക്ക് മക്കാം സിയാറത്തോടു കൂടി തുടക്കം കുറിച്ചു. 1:30 മണിക്ക് ചള്ളങ്കയം മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ജി അബ്ദുൽ ഖാദർ ഹാജി പതാക ഉയർത്തുകയുണ്ടായി. അതിനുശേഷം നടന്ന പ്രാരംഭ പ്രാർത്ഥനയിൽ ഒന്നിരായ സയ്യിദ് മഷൂദ് തങ്ങൾ ഖുറ അവറുകൾ ദുആക്ക് നേതൃത്വം നൽകി. തുടർന്ന് അസർ നിസ്കാരത്തിന് ശേഷം ചള്ളങ്കയം ജുമാ മസ്ജിദ് പരിസരത്ത് ഖബർസ്ഥാനിൽ കൂട്ടസിയാറത്ത് നടത്തി. ഇന്ന് രാത്രി 8 മണിക്ക് മതപ്രഭാഷണ പരമ്പരയുടെ തുടക്കം കുറിക്കുകയാണ്. ഇന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട അമീൻ സക്കാഫി ഖിറാഅത്ത് പാരായണം ചെയ്തതോടുകൂടി പരിപാടി ആരംഭിക്കുകയാണ്. ബഹുമാന്യരായ സയ്യിദ് മുസമ്മിൽ തങ്ങൾ അൽ ഐദ്രൂസി പൈവളിക പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നതാണ്. സയ്യിദ് അബ്ദുൽ റഹ്മാൻ ഷാഹിർ അൽ ബുഖാരി തങ്ങൾ മദ്ഹർ മതപ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നു. ഇന്നത്തെ മുഖ്യ പ്രഭാഷണം ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള സക്കാഫി അളമരം അവറുകളാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ സുപ്രസിദ്ധ മതപണ്ഡിതന്മാരായ ബഹുമാനപ്പെട്ട ഷമീർ ദാരിമി, അതുപോലെ അബൂബക്കർ സിദ്ദീഖ് ജലാലി, മുഹമ്മദ് സക്കാഫി അൽ അസ്ഹരി പേരോട്, ബഹുമാനപ്പെട്ട ഹംസ മിസ്ബായി ഓട്ടപ്പറവ്, ബഹുമാനപ്പെട്ട നൗഫൽ സക്കാഫി കളസ തുടങ്ങിയവർ മതപ്രഭാഷണ പരിപാടിക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്നു. സമാപന ദിവസമായ ഏപ്രിൽ 19-ാം തീയതി അസർ നിസ്കാരത്തിന് ശേഷം ചള്ളങ്കയം ജമാഅത്ത് ചെയർമാൻ സയ്യിദ് കെ എസ് ആറ്റക്കോയ തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ മൗലൂദ് പാരായണവും ദുആ മജ്ലിസും നടക്കുന്നതാണ്. രാത്രി നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ അൽ ഐദ്രോസി കല്ലക്കട്ട മുഖ്യ പ്രഭാഷണവും പ്രാർത്ഥനയും നടത്തുന്നു. അൽ അൻസാരി സയ്യിദ് ചള്ളങ്കയം ജമാഅത്ത് ഖത്തീബ് അധ്യക്ഷത വഹിക്കുന്ന പ്രസ്തുത സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട അമ്പേരി അബ്ദുൾ റഹീം സക്കാഫി സ്വാഗതം ആശംസിക്കുന്നു. എന്താണ് ഇവിടുത്തെ ഒരു ചരിത്ര പ്രാധാന്യം? ചരിത്രം എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ദർഗയാണ് ഇവിടെയുള്ളത്. അപ്പൊ അത് എത്ര വർഷം മുമ്പെന്ന് ആർക്കും ഇതുവരെ കണക്കാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പലരും പറയുന്നത് പണ്ട് മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു കൂട്ടരും വന്ന ആ സമയത്ത് വന്നവരായിരിക്കുമെന്നാണ് ഒരു വിശ്വാസം. ഒന്നും കാണുന്നില്ല. പക്ഷെ 50 വർഷം മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു മക്കാം കണ്ടത് ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടി പുതിയ മക്കാമും ഇതുപോലുള്ള പള്ളിയും ഉണ്ടാക്കി. അങ്ങനെ ഉറൂസ് തുടങ്ങുന്ന സമയത്തൊക്കെ ഈ നാട്ടുകാർക്കൊക്കെ വലിയൊരു ആവേശമായിരുന്നു. അവരെന്തുദ്ദേശിച്ചെങ്കിലും അവരുടെ ആഗ്രഹം സഫലീകരിക്കുന്നുണ്ട് ഇവിടെ വിശ്വാസം അർപ്പിക്കുന്നവര്. പുറമെ അമുസ്ലിങ്ങളെല്ലാം ജാതി മത ഭേദമന്യേ എല്ലാ ജാതിക്കാരും ഈ പരിപാടിയിൽ സംബന്ധിക്കും. അതിൻ്റെതായ ഫലം അവർക്ക് ലഭിക്കുന്നുമുണ്ട്. ഉറൂസിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും കമ്മിറ്റി ചെയ്തിട്ടുണ്ട്. ഇത് ഉറൂസ് കമ്മിറ്റി നിശ്ചയിക്കാൻ തുടങ്ങിയത് മുതൽ ഉറൂസ് കമ്മിറ്റി ഇനി സജീവമായി ഇതിന്റെ എല്ലാ പ്രവർത്തനത്തിനും നേതൃത്വം നൽകി എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ നടത്താനുള്ള ആ ഒരുക്കത്തിലാണ് എല്ലാം ഉള്ളത്.